ഈ വീഡിയോ ലാലേട്ടനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല, അങ്ങേരെ പൊക്കി പറയാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. അങ്ങേരുടെ വിരോധികൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാം. കാര്യം നമ്മുടെ സബ്ജക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ദി സൂപ്പർ സ്റ്റാർ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ ആയതുകൊണ്ട് അങ്ങേരുടെ പേര് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ വാഴ 2 എന്ന് പറയുന്ന സിനിമ 200 കോടിയിലേക്ക് വേൾഡ് വൈഡ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടിക്ക് മുകളിലടിച്ച് തുടരും ലോക ഈ സിനിമകളെയൊക്കെ തൂക്കി എറിഞ്ഞ് ഇൻഡസ്ട്രിയൽ ഹിറ്റ് ടാഗ് സ്വന്തമാക്കാൻ പോവുകയാണ്. വെക്കേഷൻ സീസൺ മൊത്തത്തിൽ കൊണ്ടുപോയി. ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. നമ്മുടെ മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബോക്സ് ഓഫീസ് അടിസ്ഥാനത്തിൽ നമുക്കറിയാം വളരെ പുറകിലായിരുന്നു. 100 കോടി എന്നൊക്കെ പറയുന്നത് ഒരിടക്ക് നമുക്ക് ബാലികേറ മലയായിരുന്നു. അവിടെ നിന്ന് നമ്മളിങ്ങനെ പതിയെ ഇഴഞ്ഞഴിഞ്ഞ് ഇന്നൊരു മിക്സഡ് റെസ്പോൺസ് വരുന്ന സിനിമയ്ക്ക് പോലും മോളിവുഡിൽ 100 കോടി അടിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതും ഒരു ലോ ബഡ്ജറ്റിൽ 10 കോടിക്ക് താഴെ വന്നൊരു പടമാണ് ഇപ്പം മോളിവുഡിൽ 200 കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലെവൽ തൂക്ക് നമുക്ക് ഇപ്പം തൂക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരിടക്ക് നമ്മൾ എന്തായിരുന്നു, മോളിവുഡ് ആൻഡ് ഇറ്റ്സ് 100 കോടി ക്ലബ്സ്, വിവിധ തരം 100 കോടി നമുക്കുണ്ട്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഹലോ സിനിഫൈൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ 5ാം സ്ഥാനമാണ് ബോക്സ് ഓഫീസ് അടിസ്ഥാനത്തിൽ മോളിവുഡിനുള്ളത്. ഹിന്ദി സിനിമ, തെലുങ്ക് സിനിമ, തമിഴ് സിനിമ, കന്നഡ സിനിമ, അതിനുശേഷം മലയാള സിനിമ, മോളിവുഡ് സിനിമ. നമ്മുടെ ഇൻഡസ്ട്രിക്ക് നമുക്കറിയാം ബാലികേറ മലയായിരുന്ന ഒരുപാട് റെക്കോർഡുകൾ നേടിത്തന്നത് ദി വൺ മാൻ വൺ നെയിം മോഹൻലാൽ, ദി കംപ്ലീറ്റ് ആക്ടർ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അങ്ങേരാണ്. അതുകൊണ്ട് തന്നെ അങ്ങേരുടെ റെക്കോർഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഫസ്റ്റ് 100 കോടി ഇൻ മോളിവുഡ്. ഓർക്കുന്നുണ്ടോ? ബാഹുബലി 2 എന്ന് പറയുന്ന സിനിമ ഇന്ത്യയിൽ റിലീസായപ്പോഴത്തേക്കും ഇന്ത്യയിലെ മറ്റെല്ലാ ഇൻഡസ്ട്രികളിലും ആ സിനിമ ഇൻഡസ്ട്രിയൽ ഹിറ്റ് റെക്കോർഡ് നേടി. കേരളത്തിൽ നമ്മുടെ ലാലേട്ടൻ്റെ പുലിമുരുകൻ്റെ മുമ്പിൽ സാക്ഷാൽ ബാഹുബലിക്ക് പോലും മുട്ടുമടക്കേണ്ടി വന്നു. പുലിമുരുകൻ ഫസ്റ്റ് 100 കോടി ക്ലബ്ബ് ഇൻ മോളിവുഡ്. ഇനി അടുത്തതിലേക്ക് പോകാം. ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ മോളിവുഡിൽ 100 കോടി കയറിയത് ഏത് വർഷമാണെന്ന് അറിയാമോ? 2024 6 സിനിമകളാണ് 100 കോടി നേടിയത്. മാർക്കോ, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, അജയൻ്റെ 2ാം മോഷണം, ആടുജീവിതം, ആവേശം, 6 സിനിമകൾ. ഇനി ഫാസ്റ്റസ്റ്റ് ആയിട്ട് 100 കോടി അടിച്ച സിനിമ ഏതാണെന്ന് അറിയാമോ? അതും നമ്മുടെ ലാലേട്ടൻ്റെ എമ്പുരാനാണ്. 2 ദിവസം കൊണ്ടാണ് വേൾഡ് വൈഡ് 100 കോടി അടിച്ച് തൂക്കിയതാ പടം. ഇനി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി നേടിയ സിനിമകൾ 2 എണ്ണമുണ്ട്. ലോക തുടരും, ഒരെണ്ണം ഉടനെ ജോയിൻ ചെയ്യും, വാഴ 2. വാഴ 2 ഇൻഡസ്ട്രിയൽ ഹിറ്റായിട്ട് മാറുകയും ചെയ്യും. ഇനി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായിട്ട് 100 കോടി നേടിയ ചിത്രം ലാലേട്ടൻ തുടരും. ഓവർസീസിൽ നിന്ന് മാത്രം 100 കോടി നേടിയത് വീണ്ടും ലാലേട്ടൻ എമ്പുരാൻ. അങ്ങനെ എല്ലാ റെക്കോർഡ്സും ഒട്ടുമിക്ക എല്ലാം പുള്ളിയുടെ പേരിലാണ് മോളിവുഡില്ല 100 കോടിയായിട്ട് ബന്ധപ്പെട്ട. ഇനി ഒരു നടൻ്റെ സിനിമ, അത് ഡബ്ഡ് വേർഷൻസ് ഒന്നുമില്ല, അത് മലയാളം വേർഷനിൽ മാത്രം റിലീസായി 100 കോടി നേടിയത് ഫഹദ് ഫാസിലിൻ്റെ ആവേശമാണ്. ആവേശം പെട്ടെന്ന് OTT റിലീസ് ആയില്ലായിരുന്നെങ്കിൽ 175 കോടിക്ക് മേളിൽ പോകേണ്ടതാണ്. 150 സംതിങ് കോടിയിൽ ആ പടം നിന്നുപോയി അതിൻ്റെ കളക്ഷൻ. ഇനി അടുത്തത് ഒരു സർട്ടിഫിക്കറ്റ്, 18+ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമ മോളിവുഡിൽ നിന്ന് 100 കോടി അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ടേ അത് മാർക്കോയാണ്. മറ്റൊരു സിനിമയ്ക്കും സാധിച്ചിട്ടില്ല. മോളിവുഡിൽ മറ്റൊരു സിനിമയ്ക്കും സാധിച്ചിട്ടില്ല. മാർക്കോയ്ക്ക് പിന്നെ മറ്റ് പല നേട്ടങ്ങളുണ്ട്. കാര്യം ഹിന്ദിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിയ ഒരു മലയാള സിനിമ മാർക്കോയാണ്. അതുമാത്രമല്ല കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി കിട്ടിയ സിനിമകളെല്ലാം 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാർക്കോ മാത്രം 50 കോടിക്ക് താഴെയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത്. ബാക്കി കളക്ഷൻ മൊത്തം വന്നേക്കുന്നത് ROI വേൾഡ് വൈഡ് ഓവർസീസിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാർക്കോ ഒരു പ്രോപ്പർ പാൻ ഇന്ത്യൻ ഹിറ്റെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. അതും സർട്ടിഫിക്കറ്റ്, 18+ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട്. ഇനി ഒരു ലീഡ് ആക്ടർ ആദ്യമായിട്ട് 100 കോടി ക്ലബ്ബിൽ കയറിയത് ലാലേട്ടൻ, പുലിമുരുകനാണ്. ലീഡ് ആക്ട്രസ് ആദ്യമായിട്ട് 100 കോടി ക്ലബ്ബിൽ കയറിയത് കല്യാണി പ്രിയദർശനാണ്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇനി ഒരു യങ്ങസ്റ്റ് ആക്ടർ 100 കോടി അച്ചീവ് ചെയ്തത് നെസ്ലനാണ്, 23ാമത്തെ വയസ്സിൽ പ്രേമലു എന്ന് പറയുന്ന പടത്തിലൂടെ. ഫസ്റ്റ് ആൻഡ് ഒൺലി ആക്ടർ മലയാള സിനിമയിലല്ലാതെ മറ്റൊരു ഇൻഡസ്ട്രിയിൽ പോയി ലീഡ് ആക്ടറായിട്ട് അഭിനയിച്ച് 100 കോടി നേടിയത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാനാണ്. ലക്കി ഭാസ്കറാണ് ചിത്രം. അങ്ങേരെ ഉൾപ്പെടുത്താൻ വേണ്ടി, അങ്ങേരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ ചുമ്മാ ഇതിനകത്ത് തള്ളിക്കയറ്റിയൊന്നുമല്ല. ഒരു ലീഡ് ആക്ടറായിട്ട് മറ്റൊരു ഇൻഡസ്ട്രിയിൽ പോയി അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ ബോക്സ് ഓഫീസ് അടിച്ച് തൂക്കണമെന്നുണ്ടെങ്കിൽ അത് ചെറിയ കഴിവൊന്നും പോരാ. വേറൊരാളും കൂടി ചെയ്യണമെങ്കിൽ നമുക്കത് ചെറിയ കാര്യമാണെന്ന് പറയാം. ഇത് ദുൽഖർ സൽമാൻ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അത് അംഗീകരിക്കേണ്ട ഒരു സംഭവമാണ്. ഇനി ലീഡ് ആക്ടറായിട്ട് ഏറ്റവും കൂടുതൽ 100 കോടി സംഭാവന ചെയ്തേക്കുന്ന നടൻ വീണ്ടും ഓഫ് കോഴ്സ് ലാലേട്ടനാണ്. അങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. പുലിമുരുകൻ, ലൂസിഫർ, എമ്പുരാൻ,
തുടരും. 4 സിനിമകളാണ് 100 കോടി അടിച്ചേക്കുന്നത്. ലാലേട്ടൻ ഒള്ളി, വൺ ആൻഡ് ഒള്ളി ലാലേട്ടൻ. ഇനി ഒരു നടൻ ഏറ്റവും കൂടുതൽ 100 കോടി സിനിമകളുടെ സാന്നിധ്യമായി മാറിയേക്കുന്നത് ടൊവിനോ തോമസ് ആണ്. പുള്ളി 5 സിനിമകളിൽ സാന്നിധ്യമായിട്ടുണ്ട്, മലയാളത്തിലെ 5 സിനിമകളിൽ. ഇനിയൊരു മോളിവുഡ് നടൻ മറ്റുള്ള ലാംഗ്വേജസ് മൊത്തം നോക്കുകയാണെങ്കിൽ എല്ലാ ലാംഗ്വേജസിലും കൂടി ഏറ്റവും കൂടുതൽ 100 കോടി ക്ലബ്ബുകളുടെ ഭാഗമായി മാറിയിരിക്കുന്ന നടൻ, എല്ലായിടത്തും ഓടി ഓടി അഭിനയിച്ച് ചിടക്കിടക്ക് ഏറിപ്പോകുന്ന നമ്മുടെ സ്വന്തം ജയറാമേട്ടനാണ്. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. മോളിവുഡിൻ്റെ ഗോൾഡൻ ഇയർ 100 കോടിയുടെ കണക്കെടുക്കുമ്പോൾ 2024 6 സിനിമകൾ കയറിയിട്ടുണ്ട്. ആ വർഷം ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ 100 കോടി കയറിയില്ലെങ്കിലും ഒരുപാട് പുരസ്കാരങ്ങളും നേട്ടങ്ങളും നമുക്ക് സ്വന്തമാക്കി തന്നൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് കണ്ടന്റ് വൈസും അതുപോലെ തന്നെ ബോക്സ് ഓഫീസ് വൈസും ടോട്ടലി നമ്മുടെ ഗോൾഡൻ ഇയർ 2024 ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഒരുപാട് 100 കോടി ക്ലബ്ബുകൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. പല നടന്മാരും ഒരുപാട് പാൻ ഇന്ത്യ ഹിറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 100 കോടി നേടിയ ഒരു മലയാള സിനിമ നമുക്കില്ല. കേരളത്തിൽ നിന്ന് മാത്രം നേടിയതുണ്ട്, ഓവർസീസിൽ നിന്ന് മാത്രം നേടിയതുണ്ട്. രണ്ടും നേടിയ ലാലേട്ടനും ഇവിടെയുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടാൻ അങ്ങേർക്കും പറ്റിയിട്ടില്ല. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ചെറിയൊരു വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടത്. 64 കോടിയോളം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം വാരി, ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് ഏതാണ്ട് 10 കോടിയോളം വാരി, കർണാടകയിൽ നിന്നും 10 കോടിക്ക് അടുപ്പിച്ച് കളക്ഷൻ വന്നു. പക്ഷേ മഞ്ഞുമൽ ബോയ്സിന് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 100 കോടി എന്ന് പറയുന്ന നേട്ടം സ്വന്തമാക്കാൻ നമുക്ക് സാധിച്ചില്ല. ഇനി ആ നേട്ടവും എനിക്ക് തോന്നുന്നു ലാലേട്ടൻ തന്നെ നമുക്ക് ദൃശ്യം 3 സ്വന്തമാക്കി തരുമെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. അല്ലെങ്കിൽ ലോക ചാപ്റ്റർ 2 ഇറങ്ങുമ്പോൾ ചിലപ്പം നടന്നേക്കും, അല്ലേ? നടക്കുമായിരിക്കണം. അപ്പോൾ ഈ 100 കോടികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. 200 കോടി മോളിവുഡ് ആൻഡ് 200 കോടി നമ്മൾ ചെയ്യും. കാണാം. ബൈ ബൈ.